ഒരു കുടുംബക്ഷേത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയും ഇതിനെക്കുറിച്ച് ഇത് എന്തുകൊണ്ടാണ്, ആരുടെ കൂടെയാണ്, ആരുടെ ശരീരത്താണ് ദേവി ഇരിക്കുന്നത്, ഇതൊന്നും ഇതുവരെ ചോദിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ ആ വ്യക്തിക്ക് ആ ശരീരത്ത് വരുത്തിയതിനു ശേഷം ഇതുപോലത്തെ ഒരു കർമ്മം കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും തുള്ളിൽ അവിടെ കിടന്നു. 100 പേര് വന്നിട്ടുണ്ടെങ്കിൽ 100 ആളുകൾ ഇത്തരത്തിലുള്ള ചടങ്ങ് ദോഷങ്ങൾ ഈ കളത്തി പിടിച്ച് കിട്ടിയതിനു ശേഷം വിഷ്ണുവായ കള അവസാനിപ്പിക്കുമ്പോൾ മാത്രം മാറ്റാൻ പാടില്ല. അവര് കൃത്യമായിട്ട് രാശി പറഞ്ഞ് കളം പറിക്കും. ഇന്ന രാശിയിൽ അല്ലെ ഇന്ന കളത്തിൽ ഇന്ന രീതിയിൽ ഇന്ന സ്ഥലത്ത് ഞാൻ ഇരിക്കുള്ളൂ. മാടനും ഒടിയനും ഈ നീലി എന്നൊക്കെ പറയുന്നത് നമുക്കിവിടെ പണ്ട് ഉള്ള കാര്യമുള്ള പക്ഷേ അത് സിനിമയെ കാണിക്കുന്ന രീതിയൊന്നുമല്ല. യക്ഷി എന്താണെന്ന് പോലും പലർക്കും അറിയില്ല. എല്ലാ ക്ഷേത്രങ്ങളിലും യക്ഷിനെ കൂടി ഇരുത്തിയുണ്ട്. ഇവരെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സ്ത്രീ എങ്ങനെയാണ് ശാരീരിക ബന്ധം പുലർത്തുന്നത് അതുപോലെ എനർജി ഉപയോഗിക്കുന്നത് അവരെന്നോട് പറയാം. ആൺകുട്ടികളെ വന്ന് പറയും. നമസ്കാരം. അങ്ങ് പറഞ്ഞ് ഒരു ക്ഷേത്രത്തിൽ ഇനി പോകാറില്ല. കാരണം അങ്ങയുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിലെ തന്ത്രി അല്ലെങ്കിൽ അവിടുത്തെ പൂജാരി പറഞ്ഞു ഇനി അങ്ങോരിടത്തും പോകുന്നത്. കാര്യം അങ്ങയുടെ ദേഹത്തുള്ളത് വലിയൊരു എനർജിയാണെന്ന് അദ്ദേഹം കണ്ടു. അതിനുശേഷം മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കേണ്ടെന്ന് എഴുതി പോകാതിരുന്നതാണ്. നമ്മുടെ പരമ്പരാഗതമായി നമ്മൾക്ക് കുടുംബക്ഷേത്രങ്ങളുണ്ട്, തെക്കതുകളുണ്ട്, കൊടുതികൾ ചെയ്യാറുണ്ട്. അവിടെ ഈ കുടുംബക്ഷേത്രവും ഇപ്പം അങ്ങ് ഈ ക്ഷേത്രത്തിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് നമ്മൾ കാരണവന്മാരേറ്റ് വെച്ച സംഭവമില്ലേ. ഇത് നമ്മൾ നോക്കാതിരിക്കുമ്പോഴേ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറ എല്ലായിടത്തും പോകുന്നില്ല. ഞാൻ പല ഇൻ്റർവ്യൂവിലും ചോദിച്ചതാണ്. ചിലർക്ക് പറ്റും, ചിലർക്ക് പറ്റത്തില്ല. അപ്പോഴത്തേക്കും പലരും പറയുന്നു നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ നോക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഗതികേടുണ്ടായത്, ദേവത കോപിച്ചിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പല രീതിയിലും പലരും പറയുന്നു. അതിന് കർമ്മം ചെയ്യാനായിട്ട് നമ്മളെപ്പോലുള്ള എല്ലാവരും പോകുന്നുണ്ട്. ഇതിൽ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഇതിന് ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും വലിയ അവസ്ഥ എന്ന് വെച്ചാൽ ഒരു കുടുംബക്ഷേത്രം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെ അവിടെയുള്ള ആ വ്യക്തി പറയുന്ന രീതിയിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്, അല്ലേ? അദ്ദേഹം പറയുന്നത് അവിടെ ദേവനുണ്ടായിരുന്നു, ദേവി ഉണ്ടായിരുന്നു, മുത്തപ്പനുണ്ടായിരുന്നു, അല്ലെങ്കിൽ നാഗരാജാവിൻ്റെ ചൈതന്യം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ നമുക്ക് ഇരുത്തണമെങ്കിൽ ഇത്ര ദിവസത്തെ പൂജകളും ആവാഹനങ്ങളും ഉച്ചാടനങ്ങളൊക്കെ ചെയ്തിട്ട് വേണം പ്രതിഷ്ഠ ഉറപ്പിക്കാൻ. അതിനൊരു വലിയൊരു എമൗണ്ടും കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഓക്കെ, അവർ സമ്മതിക്കുകയും ചെയ്യും. പക്ഷേ ഒരു കുടുംബക്ഷേത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയും ഇതിനെക്കുറിച്ച് ഇത് എന്തുകൊണ്ടാണ്, ആരുടെ കൂടെയാണ്, ആരുടെ ശരീരത്താണ് ദേവി ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ ശരീരത്താണ് മുത്തപ്പൻ ഇരിക്കണേന്നോ ഇതൊന്നും ഇതുവരെ ചോദിച്ചിട്ടുണ്ടാവില്ല. ഇത് എനർജി ഭാവത്തിലാണ് അങ്ങ് പറയുന്നത് അല്ലേ? അപ്പം ഈ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റീവ് എനർജിനായിട്ടാണ് നമ്മൾ കണക്കൂട്ടുന്നത്. ഇപ്പോൾ ഒരു ദേവി, ഒരു ചൈതന്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ കുടുംബത്തിന് കാക്കാനുള്ള ഒരു ദേവിയായിട്ടാണ് നമ്മൾ കണക്കൂട്ടുന്നത്, അല്ലെങ്കിൽ ശക്തിയായിട്ടാണ് നമ്മൾ കണക്കൂട്ടുന്നത്. ഇപ്പോൾ ഒരുപാട് ഇത്ര ആചാരങ്ങൾ നടത്തിയതിന് ശേഷം, ക്ഷേത്രം പണിതതിന് ശേഷം നശിച്ചു പോയ ആൾക്കാരെ എനിക്കറിയാം. അവരെൻ്റെ അടുത്ത് വന്നവരോട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ദേവിനെ നിങ്ങളുടെ ഒരാളുടെ ശരീരത്തിൽ ഞാൻ വിളിച്ചു വരുത്തി കാണിച്ചു തരാം. അതായത് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ നിൽക്കുന്ന ഒരു ദേവി ചൈതന്യത്തെ നിങ്ങളുടെ ശരീരത്ത് വരുത്താം. മുത്തപ്പ ചൈതന്യത്തിന് ഒരാളുടെ ശരീരത്ത് വരുത്തി കാണാം. അതുപോലെ നാഗചൈതന്യത്തിന് ഒരാളുടെ ശരീരത്ത് വരുത്തി കാണിച്ചു തരാം. അല്ല, അങ്ങനെ പലരും ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ അതിൽ ദർശനം മാത്രമാണ് കണ്ടിട്ടുള്ളൂ നിങ്ങൾ. അതായത് അവർ നൃത്തത്തിൽ വരുന്നത് മാത്രം കണ്ടിട്ടുള്ളൂ. അവിടെ വന്നു അവർ പറയുന്നു, എൻ്റെ ആവശ്യങ്ങൾ പറയുന്നു, എനിക്ക് അത് വേണം അങ്ങനെ പറയുന്നു. പക്ഷെ അതിനാണ് വ്യത്യാസം. അതങ്ങനെ പറയണത് മാത്രമല്ല കേട്ടിട്ടുള്ളൂ, ഇത് എങ്ങനെ ചെയ്യണമെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്ന രീതി സാറ് വേറെ എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവില്ലേ. അത് എൻ്റെ രീതി എന്ന് പറയല്ലേ, ഇതേ രീതിയാണ് കർമ്മരീതി. ഇപ്പം ആ വ്യക്തിക്ക് ആ ശരീരത്ത് വരുത്തിയതിനു ശേഷം ഇതുപോലത്തെ ഒരു കർമ്മം കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും തുള്ളില്ല അവിടെ കിടന്നത്. ഒരിക്കലും തുള്ളില്ല. അദ്ദേഹം അവിടെ ഇരുന്ന് തീർക്കുള്ളൂ. ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ കളമാണ് വിഷ്ണുവായ കളം കണ്ടിട്ടുണ്ടാകും, അല്ലെ ദേവി കളം കണ്ടിട്ടുണ്ട്, നാഗകളം കണ്ടിട്ടുണ്ട്. പഴയ കാലം ഇന്നും നാഗകളം കാണുന്ന എങ്ങനെ, ഒരു നാഗകളം ഇട്ട് അതിന് വേണ്ടി ഈ തുള്ളാൻ കൊണ്ടുവരുന്ന സ്ത്രീകളുണ്ട്, പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. അവരെ കൊണ്ടുവന്നിട്ട് അതിൽ ഇറങ്ങി പോയി മാർച്ച് കളഞ്ഞിട്ട് തീർക്കണ കാര്യങ്ങളാണ്. സത്യത്തിൽ ഇതായിരുന്നില്ല പഴയ കാലത്തൊന്നും. പിന്നെന്തായിരുന്നു പഴയ കാലത്തൊക്കെ ഒരു കളം ഇട്ടാൽ ആ നാഗകർമ്മം ഉള്ള ഒരാളുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തലയ്ക്ക് അദ്ദേഹം ഇരിക്കും. ആ വരുന്നവരുടെ ദുരിതം മുഴുവൻ ആ കളത്തിലേക്ക് പിടിച്ചു കെട്ടും. പിടിച്ചു കെട്ടിയതിനു ശേഷം അവസാനം ഇദ്ദേഹം കളമാക്കിയ, അല്ലാതെ പുറത്തുനിന്ന് ആരമാക്കിയാൽ പോലെ. ഇപ്പൊ വിഷ്ണുവായ കളുണ്ട്, നമ്മൾ ആദ്യം കണ്ടു. ഇപ്പൊ ഒരു 25,000-50,000 ഒക്കെ ഉള്ള വിഷ്ണുവായ കളം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ വിഷ്ണുവായ കളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ കളം ഇട്ട് ഫസ്റ്റ് കളം അവരെ ഇട്ടവരെ കയ്യേറ്റി ദക്ഷിണ കൊടുത്ത് കയ്യേറ്റി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരാൾ നൃത്തത്തിൽ വന്നിട്ട് ആദ്യം ഇത് മാക്കിയാ ചെയ്യുക. ആദ്യം ഇത് മാറ്റിട്ട് അതിൻ്റെ നടുക്കിരുന്നതിന് ശേഷം ആൾക്ക് വേണ്ട പ്രസാദങ്ങളോ ഭക്ഷണ കാര്യങ്ങളോ സന്തോഷിപ്പിച്ചതിന് ശേഷം പുള്ളി പറയുന്ന രീതിയിൽ നമ്മൾ കണ്ടേക്കണേ. അങ്ങനെയാണെങ്കിൽ ഈ കളറിൻ്റെ ആവശ്യമില്ലല്ലോ. പുള്ളിക്ക് അവിടെ നിന്ന് തുള്ളി അപ്പുറത്തെന്ന് പറഞ്ഞാൽ കളത്തിന് പ്രാധാന്യമുണ്ട്. കളത്തിന് പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രാധാന്യം വരുന്നതെന്ന് വെച്ചാൽ ഒരു വിഷ്ണുവായ കളർ ഇട്ട്
ആ വിഷ്ണുമായിക്ക് ദർശനമുള്ള ഒരാളാണ് കളത്തിൻ്റെ ഒരു സൈഡിൽ ഇരിക്കുകയാണെങ്കിൽ, കർമ്മത്തിലിരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ സാറിന് വരുമ്പോൾ ഒരു കൈക്കാണോ തലയ്ക്കാണോ എന്താണ് ബുദ്ധിമുട്ടുള്ളത്, അല്ലെങ്കിൽ മനസ്സിനാണോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് ഈ ചൈതന്യത്തിന് വരച്ചിട്ടുണ്ടല്ലോ, ഈ ശരീരഭാഗത്തേക്ക് അവർ നിർത്താനുള്ള കഴിവ് ഈ കർമ്മക്കാരുണ്ടാവണം. ഇതെല്ലാവരും 100 പേര് വന്നിട്ടുണ്ടെങ്കിൽ 100 ആൾ ഇത്തരത്തിലുള്ള ചടങ്ങ് ദോഷങ്ങൾ ഈ കളത്തി പിടിച്ച് കിട്ടിയതിന് ശേഷം വിഷ്ണുവായ കള അവസാനിപ്പിക്കുമ്പോൾ മാത്രമേ മായ്ക്കാൻ പാടുള്ളൂ. അതായത് കർമ്മം അവസാനിപ്പിക്കാൻ മാത്രമേ ഈ കളം മായ്ക്കാൻ പാടുള്ളൂ. പക്ഷെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ല. ഫസ്റ്റ് തന്നെ ആള് വന്നാലും മറിഞ്ഞ് വീണ് കഴിഞ്ഞതിന് ശേഷം കളം മാറ്റിയതിന് ശേഷം ആള് പറയുന്ന കുറേ കാര്യങ്ങളാണ്. അത് ആദ്യം അങ്ങനെ ആയിരുന്നില്ല. അപ്പം നമ്മുടെ കുറേ ചടങ്ങുകളും കാര്യങ്ങളും മാറിപ്പോയിപ്പോൾ എല്ലാവരും ദുരിതം. ഇപ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് ശബരിമല ക്ഷേത്രം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ജനങ്ങൾ അവിടെ കയറിയാണ് ഇത്ര വിവാദത്തിനുള്ളിൽ. അപ്പം എന്തുകൊണ്ട് അവിടെ ചെല്ലണം? അവർ മറ്റുള്ള കാര്യങ്ങളൊന്നും കേൾക്കണ പോലുമില്ല. എന്നിട്ട് ജനങ്ങൾ ചെല്ലാൻ കാരണം അവർ ദുരിതം കൊണ്ടാണ് അല്ലേ? അത് ചെല്ലുന്നത് 90% ആൺകുട്ടികളെ ചെല്ലുന്നത്. അവർ 41 ദിവസം അവർ മദ്യപിക്കാതെ അവരുടേതായ മറ്റു വിചാരങ്ങളില്ലാതെ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി ആ 41 ദിവസം വെറുതെ എടുത്ത് അവിടെ ചെല്ലണമെങ്കിൽ അവർ അത്രയും മാനസികമായിട്ട് അനുഭവിക്കുന്നുണ്ട്. മാനസികമായിട്ട് അനുഭവിക്കുന്നതിൻ്റെ ദുരിതം കൊണ്ടാണ് അവിടെ മലയിൽ ചെന്ന് കയറണത്. അത് അല്ലെങ്കിൽ ആരും പോകില്ല. എത്രയോ പേര് പോകുന്നു. ഞാൻ അറിയുന്ന ഒരുപാട് ആൾക്കാർ നമ്മളോട് പറയുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കാണുന്നവരാണ്. അല്ലെങ്കിൽ ഇന്ന് ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ആരും മലയ്ക്ക് പോകാൻ പാടില്ലല്ലോ ഇപ്പം, അല്ലേ? എന്നിട്ട് എന്താ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വന്ന് ഈ തവണയാണ് അല്ലേ? കാരണം ഒരു സമയത്ത് ശബരിമലയിലെ കൃത്യമായ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ അവരവരുടെ കുടുംബത്തിലെ ഒരു ആൺകുട്ടികൾക്ക് ഇത്രത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇപ്പം കർമ്മം അവിടെ ഇല്ല. ഒന്നാമത് കാരണം ഇപ്പം ഞാനൊരു കർമ്മമുള്ള ഇത്തരത്തിലൊരു കാര്യം ചെയ്യണവരാണ്. എൻ്റെ കുടുംബപരമായി 100 പേരുണ്ടെങ്കിൽ ആ 100 പേരുടെ ദോഷങ്ങൾ പിടിച്ചു കെട്ടി എനിക്ക് കഴിവുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയാൽ മതി. മലയിൽ പോയി കർമ്മം പിടിച്ചു കെട്ടിക്കാൻ എൻ്റെ 100 കുടുംബക്കാർക്ക് സമാധാനമായിരിക്കും. പണ്ടതായിരുന്നു. അപ്പം നമ്മളെല്ലാവരും പോയിരുന്നില്ല. പക്ഷേ എന്ന് നമുക്ക് ഈ കർമ്മശക്തി ഇല്ലാണ്ടായോ അതിനുശേഷം നമ്മുടെ മക്കളെ അനുഭവിക്കുന്നതിന് ദുരിതം കൊണ്ട് എല്ലാവരും കയറി ചെല്ലണം. അല്ലെങ്കിൽ ഇങ്ങനെ പോകില്ല ആരും. ആ പോവാത്തതിന് കാരണം അന്ന് കർമ്മക്കാരുണ്ടായിരുന്നു, ഇന്ന് കർമ്മക്കാരില്ല. ഇന്ന് വേറെ രീതിയായിട്ട് മാറി. എല്ലാവരും ഒരു പ്രഹസനമായിട്ട് മാത്രമായിട്ട് മാറി. അല്ല, നമ്മുടെ കുടുംബത്തിലേക്ക് വന്നാൽ ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണ്. അപ്പം നമ്മുടെ കുടുംബദേവതകളെ ഇപ്പോൾ സാറിൻ്റെ വീട്ടിലാണെന്ന് വിചാരിക്കും. സാറ് എൻ്റെ അടുത്ത് വരാണെങ്കിൽ ഞാൻ സാറിൻ്റെ കുടുംബദേവതകളെ കുടുംബത്തിൽപ്പെട്ട 3-4 പേരുടെ ശരീരത്തിൽ വരുത്തി കാണിച്ചു തരാൻ പറ്റും. ആ വരുത്തി കാണിച്ചാൽ അവരാണ് നിശ്ചയിക്കണേ എവിടെ ഇരിക്കണേ എന്നുള്ളത്, നമ്മളല്ല. അവർ കൃത്യമായിട്ട് രാശി പറഞ്ഞ് കളം പറിക്കും. ഇന്ന രാശിയിൽ അല്ലെങ്കിൽ ഇന്ന കളത്തിൽ ഇന്ന രീതിയിൽ ഇന്ന സ്ഥലത്ത് ഞാൻ ഇരിക്കുള്ളൂ എന്ന് ദേവി കണക്കുണ്ടാവും, മുത്തപ്പൻ്റെ കണക്കുണ്ടാവും, നാഗ കണക്കുണ്ടാവും. അവിടെയാണ് ക്ഷേത്രം വന്നിട്ട് പ്രതിഷ്ഠ നടത്തണ രീതി ഉണ്ടാവുന്നത്. അപ്പം നടത്തുമ്പോൾ ഈ കർമ്മം കൊടുത്ത് ആദ്യം 1-2 വർഷം അവർക്ക് ദർശനമാണെങ്കിൽ പിന്നീട് അവർ സൈലൻ്റ് ആയിരിക്കും. പിന്നെ അവർ കർമ്മം ചെയ്യില്ല. അവർ നൃത്തത്തിൽ വരണ്ട, വെറുതെ ഇതുപോലെ കർമ്മം ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ ഏകദേശം ഒരു 30 ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ഞാൻ നടത്തിയിട്ടുണ്ട്. ഇതേ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരുപാട് ക്ഷേത്രം എൻ്റെ കൂടെ ഉള്ളവർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ ക്ഷേത്രത്തിൽ വെറുതെ വന്നാൽ മതി, അവർ വെട്ടിയിൽ താഴെ വീണ് വിറച്ച് വീഴും. അവർ നെഗറ്റീവ് എനർജി ഉണ്ട് അവരുടെ ബോഡിയിൽ വന്നപ്പോൾ വീണിരിക്കും. അവർ എങ്കിലും അവർ വിശ്വസിക്കൂ, അല്ലെങ്കിൽ അവർ വിശ്വസിക്കില്ല. തീർച്ചയായിട്ടും സാറിൻ്റെ ബോഡിയിൽ നിന്ന് പ്രസൻസ് കിട്ടില്ലെങ്കിൽ സാർ വിശ്വസിക്കില്ല. എനിക്കൊന്നും തോന്നില്ല എന്ന് പറയും. ശരിയല്ലേ? പക്ഷേ ഇതിന് വേറൊരു കാര്യമുണ്ട്. ഇത് നമ്മൾ എല്ലാവരും ബോധിപ്പിക്കാന്ന് പറയുമ്പോൾ അത്ര എനർജി നമ്മൾ സ്വീകരിക്കുന്നതിൻ്റെ പേരിൽ ഇത് ആവശ്യമുള്ളവർക്ക് ചെയ്താൽ മതി, അല്ലാത്തൊരു വിശ്വസിക്കണ്ട. ഞാനതിൽ പറയാം. ഇപ്പോഴത്തെ കാലഘട്ടം ഇപ്പം ഇവർക്കിപ്പോൾ ഈ ക്ഷേത്രം ഒന്നും കൊണ്ടുനടക്കാനുള്ള സാമ്പത്തികം ഉണ്ടാവില്ല, സമയം ഉണ്ടാവില്ല. അത്തരക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തിനാണ് ഇവർക്ക് ഇതിനു വേണ്ടി സാമ്പത്തികം ചിലവാക്കുന്നത്? ഒരു പ്രതിഷ്ഠ ഉറപ്പിക്കുമ്പോൾ ഒരു അംശം മാത്രമേ ശിലയിൽ ഉറപ്പിക്കുള്ളൂ. ബാക്കി 99.9% നിങ്ങളുടെ ശരീരത്തിൽ തരാം. ഇപ്പം എൻ്റെ കർമ്മം എൻ്റെ ശരീരത്തിലുള്ള അല്ല. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ചില ക്ഷേത്രങ്ങളിൽ, ഇപ്പം കുടുംബക്ഷേത്രങ്ങളിൽ പലതും തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. ചിലപ്പം അതിന് കാരണം എന്താണെന്ന് അവർക്ക് കർമ്മം കൊടുത്തിട്ടില്ല. അവിടെ ശില മാത്രം വെച്ചിട്ടല്ലേ ഉള്ളൂ. ഇപ്പം എനിക്ക് കർമ്മം കിട്ടിയതിൻ്റെ പേരിൽ ഞാൻ ഇത്രയും വലിയൊരു കാര്യം നശിപ്പിച്ചളയെന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ കർമ്മരീതി കാണുന്ന എൻ്റെ മക്കള്, എൻ്റെ കുടുംബക്കാർ ഇതിനെ സ്വീകരിക്കല്ലേ ചെയ്യുള്ളൂ. നശിപ്പിക്കളയാൻ പറയില്ലല്ലോ. കാരണം ഞാൻ ജെന്യൂനായിട്ട് ചെയ്യണതിൻ്റെ പേരിൽ. ഇതില്ലെങ്കിൽ അവർ പറയും ഇത് വേണ്ടാട്ടോ എന്ന് പറയും. ഇതെല്ലാവർക്കും ഒരു കാലത്ത് ഉണ്ടായിരുന്നതാ, എനിക്ക് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും ഉണ്ടായിരുന്നു, എല്ലാ കുടുംബക്ഷേത്രത്തിലുണ്ടായിരുന്ന. അത് ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഈ കുടുംബത്തിൽപ്പെട്ട ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ചെറുപ്പക്കാർ പിള്ളേരാ. എൻ്റെ ക്ഷേത്രത്തിൽ വന്ന ഏറ്റവും കൂടുതൽ വന്ന ചെറുപ്പക്കാർ ആൺപിള്ളേർ വന്നത്. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ വരാൻ കാരണം എത്രയോ ആൺപിള്ളേർ വന്നിട്ട് പറഞ്ഞെന്ന് പറയും, ഞങ്ങളെ ഒരു എനർജി വന്നിട്ട് മോശമായിട്ട് അവരെ വളരെ വൾഗറായിട്ട് ഉപയോഗിക്കുന്നു പറയുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാം. ആൺകുട്ടികൾ വന്നിട്ട്, പെൺകുട്ടികൾ പോട്ടെ, ആൺകുട്ടികൾ വന്നിട്ട് പറയണത് ഞങ്ങളുടെ
അവരത്ര മൃഗീയമായിട്ടാണ് അവർ ആ നെഗറ്റീവ് എനർജി ഒന്ന് ഉപയോഗിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഇവരെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സ്ത്രീ എങ്ങനെയാണ് ശാരീരിക ബന്ധം പുലർത്തുന്നത് അതുപോലെ എനർജി ഉപയോഗിക്കുന്നത് അവരെന്നോട് പറയണത്. അത് ആൺകുട്ടികളെ വന്ന് പറയുന്നത് എത്രയോ പേരെ. അപ്പോൾ ഇത് അനുഭവിക്കുന്നവർ എന്നോട് ആദ്യം ഒരു പറഞ്ഞു, ഞങ്ങൾ സൈക്കാട്രിസ്റ്റിനെ കണ്ടിരുന്നു, മരുന്ന് കഴിഞ്ഞായിരുന്നു, ഒരുപാട് ട്രീറ്റ്മെൻറ്റ് നടത്തിയിരുന്നു, അതുപോലെ തന്നെ പല പൂജകളും നടത്തി, ഇത് മാറുന്നില്ല എന്നാണ് പറയുന്നത്. അത് ഇപ്പം ഞാൻ ഈ ചാനലിൽ ഇത് വീഡിയോസ് കാണുമ്പോൾ ഇത് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് അറിയാം. അത് ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. അവരുടെ ഫാമിലി അടക്കം അച്ഛൻ്റെ അമ്മയുടെ കൂടെ വന്നിട്ട് ഇവർ പറയുമ്പോൾ അപ്പോഴാണ് പലപ്പോഴും ഈ മക്കളുടെ അവസ്ഥ അറിയണത്. മനസ്സിലായ? എന്നോട് പറയുന്ന ആൾക്കാർ പറയുന്ന ഒരുപാട് കാര്യങ്ങളാണ്. പക്ഷെ ഇന്നത് നമ്മൾ അവരെ ബോഡിലി എനർജിനെ വന്നിട്ട് അവർക്ക് അത് വേണ്ട കാര്യങ്ങൾ ചെയ്ത് മാറ്റിയാൽ അവർ പിന്നെ അവർ ശല്യം ചെയ്യില്ല. ഈ അവസ്ഥയോടാണ് ഒരു 90% ആൾക്കാരിന്ന് ഓരോ അമ്പലങ്ങളിൽ പോയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്ര അന്ധവിശ്വാസം എന്ന് പറയുന്ന സമയത്ത് ആൾക്കാരെല്ലാവരും പറഞ്ഞ അന്ധവിശ്വാസം. ക്ഷേത്രങ്ങളിൽ എന്താ തിരക്ക്? എല്ലാ ക്ഷേത്രങ്ങളിലും തിരക്ക് കൂടുതല അല്ലേ, കുറയുന്നില്ല. കാരണം എന്താ? മനുഷ്യന് ദുരിതങ്ങൾ കൂടേണ്ട പേരിലാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരാൾ കോടീശ്വരനാക്കാനുള്ള കഴിവ് എനിക്കില്ല, ഞാനത് പറയില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് അറിയാവുന്നതുള്ളത് ഒരു മനുഷ്യ ശരീരത്തിൽ ഒരു ദോഷം ഉണ്ടെങ്കിൽ അത് അവരെ ബോധ്യപ്പെടുത്തി അത് മാറ്റാനുള്ള കഴിവ് എനിക്ക് മാത്രമേ ഉള്ളൂ. തീർച്ചയായും. മനസ്സിലായി? അത് ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാവുന്നുള്ള കാര്യം നമുക്ക് 100% ഉറപ്പാണ്. ഇപ്പം അങ്ങ് പറഞ്ഞപ്പോഴേ ചില സിനിമകളിലൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ കണ്ടിട്ടുള്ളത്. ഗ്രാഫിക്സ് ഇപ്പം ചില എനർജികൾ വരുന്നു, പെൺകുട്ടികളെ ഉപയോഗിക്കുന്നു, അത് പോകുന്നു, സാത്താൻ എന്ന് പറയുന്നു. പിന്നെ അല്ലെങ്കിൽ മറ്റ് സാത്താൻ എന്നൊക്കെയാണ് കൂടുതൽ പറയുന്നത്. അത് അങ്ങനെ നെഗറ്റീവ് കർമ്മം ചെയ്യുന്നവരാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് പറയുന്നത്. അതിലെത്ര മാത്രം ശരിയുണ്ട്? സാത്താനാണോ അത് ചെയ്യുന്നത്? ഇപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ഈ സാത്താൻ്റെ പേരും മറ്റുള്ള പേരും നമ്മൾ അങ്ങനെ കേട്ടിട്ടുള്ള വളരെ കുറവാണ്. ഇപ്പോൾ ഒരു കൂടി 10 വർഷത്തിന് ആരൊക്കെ ഉണ്ടാവുള്ളൂ. അല്ല, ഇംഗ്ലീഷ് സിനിമയിൽ അതിന് മുമ്പേ ഉണ്ട്. അല്ല, നമ്മുടെ നാട്ടിൽ ഇത്ര ആചാരങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ പറയുന്നത് കേട്ടത് ഞാനൊക്കെ കേട്ടേക്കണ അത്രേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ, ഇതിപ്പോൾ വേറെ കാര്യം. ഇപ്പോൾ കള്ളിയങ്കാട് നീലി വരെ ഇപ്പം സിനിമയിൽ ഒരു വേറെ രീതിയിൽ കൊണ്ടുവന്നു. മാടൻ വരാൻ പോകുന്നു, കാരണം വെച്ചാൽ ഒടിയൻ വരുന്നു. അതൊക്കെ മാടനും ഒടിയനും ഈ നീലി എന്നൊക്കെ പറയുന്നത് നമുക്കിവിടെ പണ്ട് ഉള്ള കാര്യമാണ്. പക്ഷേ അത് സിനിമയെ കാണിക്കുന്ന രീതിയൊന്നുമല്ല, ഒരു ബന്ധമില്ലാതായിട്ട് സിനിമയെ കാണിക്കുന്ന കാര്യങ്ങളായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ബന്ധമില്ലാത്ത കാര്യം സിനിമയെ കാണിക്കുന്നത്. നമുക്കത് മനസ്സിലായി. ഇപ്പോൾ ഒരു യക്ഷി എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് മരിച്ചു പോയൊരു പെണ്ണല്ലത്. കാരണം യക്ഷി എന്താണെന്ന് പോലും പലർക്കും അറിയില്ലെന്ന്. എല്ലാ ക്ഷേത്രങ്ങളിലും യക്ഷീനെ കൂടി ഇരുത്തിയിട്ടുണ്ട്, ശബരിമല ഒഴിച്ച്. അതൊക്കെ എല്ലാ ക്ഷേത്രത്തിലും നിർത്തിയിട്ടുണ്ട്. കാരണം എന്താ പറയുമ്പോൾ എല്ലാ ക്ഷേത്രങ്ങളും ഒരു 6-7 മണി കഴിഞ്ഞാൽ അടയ്ക്കും, അമ്പലം അടയ്ക്കും അല്ലേ. അതിനുശേഷം ഈ യക്ഷിയാമെന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിലേക്ക് പിന്നെ ആ ദേവിയുടെ ശയനത്തിന് വിഘ്നം വരാതിരിക്കാൻ നിർത്തുന്ന ഒരു ശക്തിയാണ് യക്ഷി എന്ന് പറയുന്നത്. അതൊരാളെ ഉപദ്രവിക്കുന്ന ശക്തിയല്ല അത്. മനസ്സിലായ? നമ്മളതുകൊണ്ടാണ് നമ്മുടെ അച്ഛന്മാരൊക്കെ പറയുന്നത്, നിങ്ങൾ ആ സമയം കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ കയറി ചെല്ലണ്ട കേട്ടോ. കയറി കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ആ ദേവിനെ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ അവിടെ കയറി ചെന്നാൽ നമ്മളവിടെ ശല്യമാവും എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ വേണമെങ്കിൽ എടുത്തിട്ട് അടിച്ചളയും. അതുകൊണ്ടാണ് അവിടെ കയറി ചെല്ലണ്ടെന്ന് പറഞ്ഞത്, അല്ലാണ്ട് നമ്മൾ ഉപദ്രവിക്കുന്ന ഒരു സാധനം. പിന്നെ നമ്മൾ പറയണത് ഈ പറഞ്ഞ എല്ലാവരും ഇന്ന് പറയണത് മരിച്ച ആത്മാവിനെ കുറിച്ചാണ്. ഞാനതിൽ വിശ്വസിക്കുന്നേ ഇല്ല. ആത്മാവുണ്ടാവും, ഇല്ലയെന്നൊന്നുമല്ല. നമുക്കതിനോട് പലരും കാണണമെന്ന് പറഞ്ഞ് പല തരത്തിൽ കാണുന്നെന്ന് പറയുന്നത്. അല്ല, ചിലർ പറയുന്നതെന്ന് വെച്ചാൽ ആത്മാക്കൾ പാവങ്ങളാണ്, അവർ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, നമ്മളൊരു അവസരം കൊടുത്താൽ അവർ ബുദ്ധിമുട്ടുകളൊക്കെ പറയും. പല ആത്മാക്കളും നമ്മുടെ ചുറ്റിനുണ്ടെന്നാണ് പറയുന്നത്. കാര്യം ചിലപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പറ്റില്ല, തട്ടിയാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. ഇതെന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിനറിയാത്തൊരു പലതും പറയുന്നതാണ്. ഇവർക്ക് നിൽക്കുന്ന അതിൻ്റെ ഒരു ശാസ്ത്ര മേഖല വരെ ഉണ്ട്.